ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഷർട്ടിന്റെ ഷോൾഡറിൽ അതിന്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. 5 മിനിറ്റ് നേരത്തെ ഒരു വീഡിയോ ആണ്. ചെറുതായിട്ട് നമ്മൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കണ്ടുപോകാൻ എളുപ്പമാണ്. ഒരുപാട് നേരം ഇരുന്ന് കാണുന്നുണ്ടല്ലോ. അതെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വീഡിയോ. ഓക്കെ, നമ്മൾ ആദ്യം എടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒറിജിനൽ ഷോൾഡർ, നമ്മൾ അതിന്റെ അടിയിൽ വെക്കാൻ വേണ്ടി എടുത്ത പീസ്. ആ പീസ് എടുത്തതാ അതിന്റെ നല്ല ഭാഗം മുകളിലോട്ടാക്കിയിട്ടിടുക. ഇനി അതിന്റെ മുകളിൽ ബാക്ക് പീസ് എടുക്കുക. ഷർട്ടിന്റെ ബാക്ക് പീസാണ്. അതിന്റെ ഷോൾഡറിന്റെ ഭാഗത്ത് മുകൾ ഭാഗത്ത് ഇവിടെ സെന്റർ പോയിന്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെയും നല്ല ഭാഗം മുകളിലാക്കിയിട്ട് ഈ രണ്ട് സെന്റർ പോയിന്റും ഷോൾഡറിന്റെ സെന്റർ പോയിന്റും ഒരേപോലെ ഒപ്പം വെക്കുക. നിർത്തില്ല. അതിന് ശേഷം നമ്മൾ ഒറിജിനൽ ഷോൾഡറില്ലേ അതിന് നല്ല വശം അടിഭാഗത്തോട്ടാക്കിയിട്ട് ഈത്ത വശം മുകളിലോട്ടാക്കിയിട്ട്, അതായത് ഉള്ളിൽ പോകുന്ന വശം മുകളിലോട്ടാക്കിയിട്ട് അതിന് സെന്റർ പോയിന്റ് നേരത്തെ കാണിച്ച പോലെ മൂന്നിന് സെന്റർ പോയിന്റ് ഒപ്പാക്കിയിട്ട് വെച്ചിട്ട് ഇവിടെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് കാലഞ്ച് പോയിന്റിലും തുന്നക്കൊമ്പിൽ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നേരെ തിരിച്ചിട്ടുണ്ട് ഈ അടിയിലെ ഷോൾഡർ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് നാം കൊണ്ട് ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാ, ഇങ്ങനെ ഇങ്ങോട്ട് നിർത്തി വെച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. നല്ല വരച്ച് പ്രസ്സാക്കി കൊടുത്തിട്ട് എന്നിട്ട് ശരിക്കും ഒറിജിനൽ ഷോൾഡർ ഫസ്റ്റ് മാസ്റ്ററായിട്ട് കട്ട് ചെയ്ത ഷോൾഡർ എടുത്തിട്ട് നേരെ ഇട്ടിട്ട് അതിന്റെ ഈ തെല്ലില് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത്ര ശ്രദ്ധിക്കുക, ഈ തെല്ല് നമ്മൾ സ്റ്റിച്ച് ഇടുമ്പോൾ ഈ സ്റ്റിച്ച് ഇങ്ങോട്ട് ചാടരുത്, ഇങ്ങോട്ട് കയറി പോരുത്. അത് ആ പോയിന്റിൽ കറക്റ്റ് ആയിട്ട് ഇട്ട് പോവാം. ഓക്കെ, സ്റ്റാർട്ട്. നമ്മള് ഷോൾഡർ ബാക്ക് പീസിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എക്സ്ട്രാ നിൽക്കുന്ന അടിയത്തെ പീസിന്റെ എക്സ്ട്രാ നിൽക്കുന്ന ഈ പീസ് എല്ലാം ഒറിജിനൽ ഷോൾഡറിന്റെ അതേ അളവിൽ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ഭാഗമൊക്കെ എല്ലാവരും അടിച്ചു നോക്കി ട്രൈ ചെയ്തില്ലേ? അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് ഇത് തന്നെ ചെയ്ത് നോക്കുക. ആയാലും ഇൻഷാല്ലാ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഒരു അടിപൊളി ഷർട്ട് അടിക്കാൻ പറ്റും. ഇനി നേരെ അടിയത്തെ പീസ് അടിയിലോട്ട് തന്നെ മടക്കിയിട്ട് ഈ മേളിലെ പീസ് മാത്രം സിംഗിൾ ആയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുക. ഇത് നമ്മളെ ഒറിജിനൽ ഷോൾഡർ ആണ്. ഇത് നമ്മളെ ഷർട്ടിന്റെ നല്ല പുറം വശമാണ്, അതായത് പുറത്തോട്ട് നമ്മൾ കാണുന്ന ഭാഗമാണ്. ഇനി എന്ത് ചെയ്യാ, ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസിന്റെ ഉള്ളിലോട്ട് പോകുന്ന ഭാഗം മോൾ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഷോൾഡർ കൂടെ വെക്കുക. ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ മൂലന് രണ്ട് പീസും സ്റ്റിച്ചിട്ടെടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ കാലഞ്ഞി പോയിട്ട് സ്റ്റിച്ചിട്ടെടുക്കുക.
ഇനി ശ്രദ്ധിക്കുക, ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരു കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ മറിച്ചിടുക, അങ്ങനെ ചുരുട്ടുക, അത് നേരെ തിരിച്ചിങ്ങനെ പിടിക്കുക. ഈ സൈഡിലെ ഈ ഷോൾഡർ ഇതിങ്ങനെ പിടിച്ചിട്ട് മറ്റേ ഷോൾഡറിന്റെ മുകളിലോട്ട് വെക്കുക. പിന്നെ വെച്ചിട്ട് ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ഇടണം. ആ സ്റ്റിച്ച് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ഇട്ട സ്റ്റിച്ചില്ലേ, അത് ഇതിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് തെല്ലിലോട്ട് പോകരുത്. ഉൾ സൈഡിലോട്ട് ഒരു പോയിന്റ് ഉള്ളിലോട്ടുകൂടെ അടുത്തൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സെയിം പ്രോസസ് തന്നെ ഇപ്പുറത്തെ സൈഡിലും. ബോഡിന്റെ ഉള്ളിലൂടെ മടക്കി പിടിച്ചിട്ട് സെയിം സ്റ്റിച്ച് ഇപ്പുറത്തെ ഷോൾഡറിന്റെ ആ പീസിലൂടെ ഇട്ട് കൊടുക്കും. ഇപ്പൊ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ്, ഇതിങ്ങനെ ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഷോൾഡർ നമുക്ക് മറിഞ്ഞു വരും. ഷോൾഡർ മറിഞ്ഞു വന്നില്ലേ? ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വെച്ചില്ലാന്നുണ്ടെങ്കിൽ ഈ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിഭാഗം മുകളിലോട്ടൊക്കെ വരും. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് വെക്കാം. ഈ നേരത്തെ ഇവിടെ നമ്മൾ തെല്ലിന് സ്റ്റിച്ച് ഇട്ട പോലെ, ഈ ഇവിടെ ഇട്ട പോലെ ഈ തെല്ലിനും നമ്മൾ കറക്റ്റ് രണ്ട് സൈഡും അവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മള് ഇന്നത്തെ ലെസൺ ഇവിടെ കഴിയാണ്. അടുത്ത് നമുക്ക് കൈയിന്റെ മുകളിൽ അതിന്റെ മാറ അറ്റാച്ച് ചെയ്യുന്നതും പിന്നെ കഫ് റെഡി ആക്കുന്നതുമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. കൈ സ്ലീവ് ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്ന കൂട്ടിയുള്ള വീഡിയോ ആയിട്ട് അടുത്ത പാർട്ട് വരാം. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.